മേരിയുടെ 3 മക്കൾക്കും ഉണ്ണി കുഞ്ഞനുജനായിരുന്നു. രക്ഷിതാക്കളുടെ കൈകളിലേക്ക് മേരി അനിത ഉണ്ണിയെ തിരികെ ഏൽപ്പിച്ചപ്പോൾ കോവിഡ് കാലത്തെ നന്മ നിറഞ്ഞ സങ്കട കാഴ്ചയായി അത്. നേരത്തെ ചെറിയ കൊച്ചുകളെ പോലെയല്ലല്ലോ വലുതായപ്പോ എന്റേതായ എന്തുണ്ട് ആണോ? ഉണ്ണിക്കുട്ടനാണോ ഇത്? സ്കൂളിൽ ഇതാര്? ചേച്ചി പെണ്ണാണോ? ബാർബിയൊക്കെ ഉണ്ടല്ലോ കയ്യില്. കോവിഡ് കാലം ഉണ്ണിക്ക് നൽകിയത് 2 അമ്മമാരുടെ കരുതലും സ്നേഹവുമായിരുന്നു. നേഴ്സ് ദമ്പതികളായ ഷിനിക്കും എൽദോയ്ക്കും കോവിഡ് പോസിറ്റീവ് ആയതോടെയാണ് 6 മാസം മാത്രം പ്രായമായ മകൻ ഉണ്ണിക്ക് സാമൂഹ്യ പ്രവർത്തകയായ മേരി അനിത അമ്മയായി മാറിയത്. ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് 1 മാസക്കാലം മക്കളെ പോലും ഉപേക്ഷിച്ച് ഉണ്ണിക്ക് കാവലിരിക്കുകയായിരുന്നു മേരി അനിത. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു ലോകമായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് വിട്ടു പോകുമ്പോഴുണ്ടാവുന്നൊരു വിഷമം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടും കുറേ നാള് എനിക്ക് ഈ അടുത്ത് വരെ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുമായിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയതിനു പിന്നാലെ 6 മാസം മാത്രം പ്രായമുള്ള മകനെ ആരുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് ആലോചിച്ച് പകച്ചു നിന്നപ്പോഴാണ് മേരി അനിത തങ്ങളെ ചേർത്തു പിടിച്ചതെന്ന ഉണ്ണിയുടെ അമ്മ ഷിനി പറയുന്നു. എന്റെ ജീവിതത്തിൽ അത് ഒരു നിമിത്തമായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കാനുള്ള ഒരു വഴിയായി തീർന്നു. കാരണം എന്നെ എല്ലാവരും ഈ ലോകത്ത് കൈവിട്ടു, പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഒരു വലിയൊരാളെ ഒരുക്കി തന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ഞാൻ മരണം വരെ ഞാൻ ഓർക്കും. എന്റെ പിള്ളേരെ പറഞ്ഞു കൊടുക്കും. അത് ദിവസങ്ങളുടെ മാത്രം പരിചയമാണ്, പക്ഷേ കുഞ്ഞനുജനെ പോലെയായിരുന്നു മേരി അനിതയുടെ മക്കൾക്കും ഉണ്ണി. ഒരു മന്ത് ഞങ്ങൾ കൂടെ നിന്നതിന് ശേഷം പാരൻസ് ഒന്ന് ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊക്കെ അന്ന് നല്ലോണം കറണ്ട് ഉണ്ടായിരുന്നു ആ ദിവസം. ഒരു പരിചയവുമില്ലാത്ത കുരുന്നിനെ കൈകളിൽ ഏറ്റുവാങ്ങി അമ്മയുടെ സ്നേഹം നൽകിയ മേരി അനിത. ആ കൈകളെ വിശ്വസിച്ച ഷിനിയും എൽദോയും. ഒറ്റപ്പെടലിന്റെയും സങ്കടങ്ങളുടെയും കോവിഡ് കാലത്ത് പ്രതീക്ഷ നൽകിയ ചില മുഖങ്ങളാണിത്. കോവിഡ് കാലത്ത് സങ്കട വാർത്തകൾ മാത്രം നിറഞ്ഞപ്പോൾ പ്രതീക്ഷ നൽകിയ 2 മുഖങ്ങളായിരുന്നു ഉണ്ണിയും. ഉണ്ണിയെ അമ്മയുടെ സ്നേഹം നൽകി, കരുതൽ നൽകി ചേർത്ത് പിടിച്ച മേരി അനിതയും. വർഷങ്ങൾക്കിപ്പുറവും സ്നേഹം കൊണ്ട് അവർ 2 പേരും ചേർന്ന് തന്നെ നിൽക്കുകയാണ്, പ്രതീക്ഷ നൽകിക്കൊണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.